മനസ്സായ ആഘോഷം മുഴുവൻ ഈ നിലയിൽ ഹരിതചട്ടം പാലിച്ചു തന്നെയായിരുന്നു. ആഘോഷങ്ങൾ ഒക്കെയും സമാപിച്ച് മിനിറ്റുകൾക്കകം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഈ രാത്രി പുലരും മുമ്പ് നഗരം പഴയ മാതൃകയിലാക്കുക എന്ന വലിയ ലക്ഷ്യം കൂടിയാണല്ലേ? തീർച്ചയായും മസിദ, ഈ നഗരത്തിന് എന്നും മാതൃക തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. തലസ്ഥാനത്ത് ഇനിയിപ്പോൾ എന്ത് തന്നെ പരിപാടി നടന്നാലും മണിക്കൂറുകൾക്കകം പഴയ പടിയാക്കുന്ന ആ ഒരു രീതി എന്നും തന്നെ കോർപ്പറേഷൻ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും മന്ത്രിമാരും അതോടൊപ്പം തന്നെ മേയറും സൂചിപ്പിച്ചത്. അതായത് ശുചീകരണ തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളും ഒപ്പം ഈ കോർപ്പറേഷൻ ജീവനക്കാരും എല്ലാവരും തന്നെ ചേർന്നുള്ള ഒരു ശുചീകരണ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും രാവിലെ നേരം വെളുക്കുന്നതോടുകൂടി നഗരം മുഴുവൻ പഴയ പടിയാകും. അതായത് ഈ 7 ദിവസം നീണ്ട വാരാഘോഷ പരിപാടിയായിരുന്നു. ആ വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായ എല്ലാ മാലിന്യങ്ങളും തുടച്ചു നീക്കുക, പഴയപടി നഗരത്തെ ആക്കുക എന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി MP രാജേഷും അതോടൊപ്പം തന്നെ PA മുഹമ്മദ് റിയാസുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മേയറും ഒപ്പം ഉണ്ടായിരുന്നു. മേയറും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്തുന്ന ഈ ജീവനക്കാരെ തന്നെ അഭിനന്ദിക്കേണ്ട ഒരു ഘട്ടം കൂടി തന്നെയാണ് ഇത്. അവർക്കുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 3 ജനപ്രതിനിധികളും എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ആറ്റുകാൽ പൊങ്കാല എടുത്തു നോക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ കേരളീയം പോലുള്ള മറ്റ് ചടങ്ങുകൾ എടുത്തു നോക്കുകയാണെങ്കിലും തലസ്ഥാനത്ത് അനവധി ആളുകൾ, അതായത് മറ്റ് പലയിടങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ എത്തുന്ന ഒരു ആഘോഷ പരിപാടികളാണ്. അത് തന്നെയായിരുന്നു കഴിഞ്ഞ 7 ദിവസവും ഉണ്ടായിരുന്നത്. തീർച്ചയായും ഹരിതചട്ടം പാലിച്ചുള്ള ഒരു ആഘോഷ പരിപാടി ആയിരുന്നു എങ്കിൽ കൂടിയും അത് ആ ഒരു ഹരിതചട്ടം വെച്ച് പുലർത്തിയുള്ള ഒരു ആഘോഷ പരിപാടിയാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള മാലിന്യങ്ങളൊക്കെയും തന്നെ ഉണ്ടാകും. അതൊക്കെയും തന്നെ എടുത്തു മാറ്റുക, അത് തന്നെ മാതൃകയാക്കുക എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് നിലവിൽ ഇപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിന്നുമാണ് ഈ പ്രവർത്തികൾ ആരംഭിച്ചത്. മറ്റ് 33 വേദികളിലൊക്കെയും തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ട്. ആ വേദികളിലൊക്കെയും തന്നെ, അതായത് നഗരത്തിൻ്റെ എവിടെയൊക്കെ ആഘോഷ പരിപാടികൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെയും തന്നെയുള്ള ഇത്തരത്തിൽ കുപ്പികൾ, അതായത് വെള്ളത്തിൻ്റെ കുപ്പികൾ, മിനറൽ വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെയും തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അത്തരത്തിലുള്ള കുപ്പികളൊക്കെയും തന്നെയാണ് നിലവിൽ ഈ മാലിന്യങ്ങളായി എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയുള്ളൂ. മറ്റ് രീതിയിൽ വലിയ രീതിയിലുള്ള മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹരിതചട്ടം പാലിച്ചുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹരിത ഓണം തന്നെയായിരിക്കണം എന്ന നിർബന്ധം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ആളുകളും അത് പാലിച്ചു എന്ന് തന്നെയാണ് ഇത്തരം രീതിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രവർത്തികളൊക്കെയും തന്നെ പുരോഗമിക്കുകയാണ്. ഒപ്പം മന്ത്രി MP രാജേഷും മേയറും അതോടൊപ്പം തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസും കൂടിയിട്ടുണ്ട്. അസിത.